രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. ഇതിനെ ചൊല്ലി ജഗ്ദീപ് ധൻഖറും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. പ്രതിപക്ഷ ബഹളത്തിലും സഭയിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലും ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖർ ക്ഷുഭിതനായി. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുമെന്നും പ്രതിപക്ഷം ഭരണഘടനയെ അപമാനിക്കുകയാണെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെട്ടതും ഖാർഗെയുമായി ധൻഖർ രൂക്ഷമായ വാക്കേറ്റമാണുണ്ടായത്. ഞാനൊരു കർഷകന്റെ മകനാണ്, ഞാൻ ദൗർബല്യം കാണിക്കില്ല, എന്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ ബലിയർപ്പിക്കും, മുന്നോട്ടു പോകുന്നത് കൃത്യതയോടെയാണെന്ന് ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളെ രാജ്യസഭാ ചെയർമാൻ അപമാനിക്കുകയും പ്രതിപക്ഷത്തെ ലക്ഷ്യം വെക്കാൻ BJP എംപിമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. ഞാനും ദളിത് കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നയാളാണെന്ന് ഖാർഗെ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദുരിതം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ പറയുന്നത്. സഭാധ്യക്ഷൻ അതാണ് അനുവദിക്കേണ്ടത്. രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ മറുപടി നൽകി. തുടർന്ന് ധൻഖർ പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി. സഭാ അധ്യക്ഷനെതിരെ പ്രമേയം കൊണ്ടുവരുമ്പോൾ ചട്ടങ്ങൾ കൃത്യമായി പഠിക്കണമെന്നും പ്രമേയം കൊണ്ടുവരണമെങ്കിൽ 14 ദിവസം മുൻപെങ്കിലും നോട്ടീസ് നൽകണമെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ചേംബറിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ജഗ്ദീപ് ധൻഖറിനെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. ധൻഖർ പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യം വെക്കുകയാണെന്നും ഭരണപക്ഷത്തിനു വേണ്ടി അദ്ദേഹം അകമഴിഞ്ഞ് പ്രവർത്തിക്കുകയാണെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. വേദനാജനകമായ തീരുമാനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. ഈ വിഷയത്തിലായിരുന്നു ഇന്ന് ഖാർഗെ ധൻഖർ തർക്കമുണ്ടായത്. പിന്നീട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.